മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വേനൽച്ചൂടും വേനൽമഴയും ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ നിരവധി പേരാണ് ഇതിനോടകം രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയെത്തുന്നത്. സ്കൂളുകൾ തുറക്കാൻ കുറച്ചു ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും റോഡ് തകർച്ച പരിഹരിക്കാതെ അധികൃതർ. ചന്തക്കുന്ന് മാനവേദൻ ജനതപ്പടി റോഡാണ് തകർന്നു കിടക്കുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന് അടിക്കടി വില വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലുണ്ടായ ചുഴലിക്കാറ്റിലും മഴയിലും വഴിക്കടവ് പൂവത്തിപ്പൊയ്ക പുറമെ രണ്ടാം പാടത്തും മരങ്ങൾ വീണ് വീടുകൾക്ക് നാശമുണ്ടായി. ചൊവ്വാഴ്ച വൈകുന്നേരമുണ്ടായ കനത്ത മഴയിൽ ആനമറി പുഞ്ചൻകൊല്ലി റോഡിൽ കൂറ്റൻ മരം വീണ് ഗതാഗതം തടസ്സമുണ്ടായി. ഏറനാടിന്റെ ജനനായകന് ചാലിയാറിൽ ആവേശോജ്വല സ്വീകരണം. പിണറായി സർക്കാരിനെതിരെയുള്ള ജനരോഷമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് PK ബഷീർ MLA. വാർത്തകൾ വിശദമായി. വേനൽ ചൂടും വേനൽ മഴയും ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. കടുത്ത ജാഗ്രതയുമായി ആരോഗ്യവകുപ്പ്. തുടരുന്ന കടുത്ത വേനൽ ചൂടിനും അപ്രതീക്ഷിതമായി പെയ്യുന്ന വേനൽ മഴയ്ക്കും പിന്നാലെ ജില്ലയിൽ മഞ്ഞപ്പിത്ത വ്യാപനം വർദ്ധിക്കുന്നതായി ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ നിരവധി പേരാണ് ഇതിനോടകം രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയെത്തുന്നത്. ശുദ്ധമല്ലാത്ത കുടിവെള്ളത്തിലൂടെയും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തയ്യാറാക്കുന്ന ഭക്ഷണത്തിലൂടെയുമാണ് രോഗം പ്രധാനമായും പടരുന്നത്. പൊതുസ്ഥലങ്ങളിൽ നിന്നും വഴിയോര കടകളിൽ നിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു. ജില്ലയിലെ വിവിധ ശീതള പാനീയ കടകളിലും ജ്യൂസ് സ്റ്റാളുകളിലും പാനീയങ്ങൾക്ക് തണുപ്പ് കൂട്ടുവാനായി ഉപയോഗിക്കുന്ന ഐസ് ക്യൂബുകളാണ് നിലവിൽ പ്രധാന വില്ലനാകുന്നത്. വ്യാവസായിക ആവശ്യങ്ങൾക്കായി മാത്രം നിർമ്മിക്കുന്ന ഗുണനിലവാരമില്ലാത്ത ഐസ് പാനീയങ്ങളിൽ ചേർക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മഞ്ഞപ്പിത്ത വ്യാപനത്തിനും കാരണമാകുന്നുണ്ട്. കൃത്യമായ സമയത്ത് ശരിയായ ചികിത്സ ഉറപ്പാക്കിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന രോഗമാണിത്. പനി വരുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം പാരസെറ്റമോൾ ഗുളികകൾ വാങ്ങി കഴിക്കുന്നത് കരളിന്റെ പ്രവർത്തനത്തെ കൂടുതൽ വഷളാക്കുമെന്നും വിദഗ്ധർ. സർക്കാർ അംഗീകാരമില്ലാത്ത വ്യാജ ഒറ്റമൂലി ചികിത്സാ കേന്ദ്രങ്ങളെ രോഗികൾ യാതൊരു കാരണവശാലും ആശ്രയിക്കരുത്. കൃത്യമായ രക്തപരിശോധനയിലൂടെ മാത്രമേ മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിക്കുവാൻ സാധിക്കൂ. അമിതമായ തലവേദന, കടുത്ത ക്ഷീണം, ഓക്കാനം, ഛർദി, കണ്ണുകളിലും മൂത്രത്തിലും ഉണ്ടാകുന്ന മഞ്ഞനിറം എന്നിവയാണ് രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കുവാൻ വ്യക്തി പരിസര ശുചിത്വം പാലിക്കുകയും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുകയും വേണം. ആഹാര സാധനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുവാനും മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് തടയുവാനും ശ്രദ്ധിക്കണം. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ ഹോട്ടലുകളിലും തട്ടുകടകളിലും ആരോഗ്യ വകുപ്പിന്റെയും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ ശക്തമാക്കുവാനാണ് തീരുമാനം. സ്കൂളുകൾ തുറക്കാൻ കുറച്ചു ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും റോഡ് തകർച്ച പരിഹരിക്കാതെ അധികൃതർ. ചന്തക്കുന്ന് മാനവേദൻ ജനതപ്പടി റോഡാണ് തകർന്നു കിടക്കുന്നത്. ചന്തകുന്നിൽ നിന്നും ആരംഭിക്കുന്ന റോഡിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് റീടാറിംഗ് നടത്തിയിട്ടുള്ളത്. റോഡ് തകർച്ച പരിഹരിക്കാത്തത് യാത്രക്കാർക്ക് ദുരിതമാവുകയാണ്. വണ്ടിയിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂൾ കുട്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് എന്താ ചെയ്യാന്നറിയില്ല. ഇങ്ങനെ റോഡ് കുറച്ചുകൂടി ഈ ഭാഗം കുറച്ചുകൂടി ഇടാനുള്ളൂ. അതുകൂടി ഇട്ടാൽ ഉഷാറായി. റോഡിൽ വൈദ്യുത തൂണിന് സമീപം കുഴി രൂപപ്പെട്ടതും വലിയ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന റോഡാണ് ചന്തക്കുന്ന് മാനവേദൻ സ്കൂൾ ജനതപ്പടി റോഡ്. മെയിൻ റോഡിൽ ഗതാഗത കുരുക്കുണ്ടായാൽ വാഹനങ്ങൾ പകരം ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണിത്. തകർന്നു കിടക്കുന്ന റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന് അടിക്കടി വില വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച്
ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. ജില്ലയിലെ പ്രധാന നഗരങ്ങളായ മലപ്പുറം, മഞ്ചേരി, നിലമ്പൂർ, കൊണ്ടോട്ടി, തിരൂർ, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെല്ലാം ഹോട്ടലുകളും ബേക്കറികളും കൂൾബാറുകളും ഇന്ന് രാവിലെ മുതൽ അടഞ്ഞുകിടക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ വാണിജ്യ സിലിണ്ടറുകൾക്ക് ഒറ്റയടിക്ക് 1000 രൂപയോളം വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെയാണ് വ്യാപാരികളുടെ പ്രതിഷേധം. വില പരിഷ്കാരത്തോടെ സംസ്ഥാനത്ത് 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 3000 രൂപ കടന്നു. 5 മാസത്തിനുള്ളിൽ മാത്രം 1498 രൂപയാണ് ഒരു സിലിണ്ടറിന്മേൽ വർദ്ധിച്ചത്. കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറി വരുന്ന ഹോട്ടൽ മേഖലയെ തകർക്കുന്ന തീരുമാനമാണിതെന്ന് ഉടമകൾ ആരോപിക്കുന്നു. സമരത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയാതെ ദൂരദേശങ്ങളിൽ നിന്നും മറ്റും നഗരങ്ങളിലെത്തിയ യാത്രക്കാരും ജോലിക്ക് പോകുന്നവരും ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ കടുത്ത പ്രയാസത്തിലായി. ഇന്ന് മലപ്പുറം കളക്ടറേറ്റിലേക്കും ഓയിൽ കമ്പനികളിലേക്കും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് അന്യായമായ വിലവർദ്ധനവ് പിൻവലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അനിശ്ചിതകാല പണിമുടക്ക് ഉൾപ്പെടെയുള്ള ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുവാനാണ് അസോസിയേഷന്റെ തീരുമാനം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലുണ്ടായ ചുഴലിക്കാറ്റിലും മഴയിലും വഴിക്കടവ് പൂവത്തിപ്പൊയ്ക പുറമെ രണ്ടാം പാടത്തും മരങ്ങൾ വീണ് വീടുകൾക്ക് നാശമുണ്ടായി. ചൊവ്വാഴ്ച വൈകുന്നേരമുണ്ടായ കനത്ത മഴയിൽ ആനമറി പുഞ്ചംകൊല്ലി റോഡിൽ കൂറ്റൻ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. രണ്ടാം പാടത്തെ തോട്ടക്കര ഹംസ, കൊമ്പൻ കുഞ്ഞു മുഹമ്മദ്, വെലൂരാൻ ഹംസ, ചൂരക്കോടൻ മജീദ്, നാലകത്ത് ഫൗസിയ തുടങ്ങിയവരുടെ വീടുകൾക്ക് മുകളിൽ മരം വീണ് ഭാഗികമായി നാശമുണ്ടായി. രണ്ടാം പാടം സ്മാർട്ട് അംഗനവാടിക്ക് മുകളിലും മരം വീണു. പുഞ്ചക്കൊല്ലി റോഡിൽ വീണ മരം നിലമ്പൂരിൽ നിന്നും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പൂർണ്ണമായും നീക്കം ചെയ്തു. ഏറനാടിന്റെ ജനനായകന് ചാലിയാറിൽ ആവേശോജ്വലമായ സ്വീകരണം. പിണറായി സർക്കാരിനെതിരെയുള്ള ജനരോഷമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് PK ബഷീർ MLA. ഏറനാട് മണ്ഡലത്തിൽ നിന്നും 41,289 വോട്ടുകളുടെ റെക്കോർഡ് വിജയം നേടിയ ശേഷം ചാലിയാർ പഞ്ചായത്തിലെ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്താൻ എത്തിയ PK ബഷീർ മാധ്യമപ്രവർത്തകരോടാണ് പ്രതികരണം അറിയിച്ചത്. ഒന്ന് UDFന്റെ ടീം UDF, പിന്നെ ജനങ്ങൾ 10 കൊല്ലമായി കേരളത്തിലെ കട്ടുപിടിച്ച ഒരു ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിജയത്തിൽ പിണറായി വിജയന്റെ സർക്കാരിന്റെ ഏകാധിപത്യ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു വിജയത്തിൽ ജനം അത്രമാത്രം വെറുത്തിരുന്നു. അതുകൊണ്ടതാണ് കഴിഞ്ഞ 5 കൊല്ലം കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഐക്യ ജനാധിപത്യത്തിന് വിജയിച്ചു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയിച്ചു, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയിച്ചു. പിന്നെ അതിനോട് അനുബന്ധിച്ചുള്ള റിസൾട്ടാണ്. ഏറനാട് മണ്ഡലത്തിലെ വിജയം തന്നെ ജനങ്ങൾ നമുക്ക് തന്ന ഒരു അംഗീകാരമാണ്. 4ാമത്തെ ടൈമിൽ ആദ്യ ഘട്ടത്തിൽ ഞാൻ വരുമ്പോൾ ഈ ചാലിയാർ പഞ്ചായത്തിൽ തന്നെ ഒരു നെക്കായിരുന്നു. രണ്ടാമതിന് ഞാൻ 1300 വോട്ട് ഈ പഞ്ചായത്തിൽ വന്നു. പിന്നീട് 1389. ഇപ്പോൾ 3100 വോട്ടിൻ്റെ ഭൂരിപക്ഷം ചാലിയാർ നിർത്തി. മൊത്തം മണ്ഡലത്തിൽ 41,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി. ജനങ്ങളെ കഴിഞ്ഞ 4 കൊല്ലം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാനത് കാണുന്നത്. ആ വിജയം എന്നെ മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ ഏറ്റവും സ്നേഹിക്കുകയും UDFനെ സ്നേഹിക്കുകയും ചെയ്ത ജനങ്ങളുടെ വോട്ടാണ്. ഏറനാട്ടിൽ കഴിഞ്ഞ 15 വർഷമായി താൻ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ പിന്തുണ കൂടിയാണ് ഏറനാട്ടിലെ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലിരുന്ന പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ജനങ്ങൾ നൽകിയ മറുപടിയാണ് UDFന്റെ ചരിത്ര വിജയം. ടീം UDFന്റെ വിജയമാണ് ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം. ചാലിയാർ പഞ്ചായത്തിൽ ഉൾപ്പെടെ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ വിജയം ജനങ്ങൾക്ക് UDFലും തന്നിലുമുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല. മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് പാർട്ടിയാണെന്നായിരുന്നു പ്രതികരണം. പഞ്ചായത്തിന്റെ കവാടമായ മൈലാടിയിൽ UDF നേതാക്കളും പ്രവർത്തകരും നൽകിയത് ഉജ്ജ്വല സ്വീകരണമാണ്. UDF നേതാക്കളായ തോണിയിൽ സുരേഷ്, ഷൌക്കത്ത് മുട്ടിയിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ്, വൈസ് പ്രസിഡന്റ് തോണിക്കടവൻ ഷൌക്കത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VT ബീന, UDF നേതാക്കളായ DCC ജനറൽ സെക്രട്ടറി MK ഹാരിസ് ബാബു, DCC അംഗം അഡ്വക്കേറ്റ് IK യൂനസ് സലീം, ബെന്നി കൈതോലിൽ, ഹാരിസ് ആട്ടീരി, നാലകത്ത് ഹൈദരലി, ചെറുചോല ഹസൻ, പൂക്കോട് നൌഷാദ്, ദേവരാജൻ ചാലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുറന്ന വാഹനത്തിലാണ് PK ബഷീർ MLA സ്വീകരണ സ്ഥലങ്ങളിലേക്ക് എത്തിയത്. ഇരുചക്ര വാഹനങ്ങളിൽ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളിലാണ് പ്രവർത്തകർ ഏറനാടിന്റെ ജനനായകന്റെ സ്വീകരണ യാത്രയിൽ പങ്കാളികളായത്. കുഞ്ഞാലിയുടെ വിപ്ലവമണ്ണായ നിലമ്പൂരിൽ CPMന് ഇക്കുറി പരമ്പരാഗത വോട്ടുകളും നഷ്ടപ്പെട്ടു. വോട്ടിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവാണുണ്ടായത്. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത്
59.79% വോട്ട് നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി യു ഷറഫ് അലിക്ക് ലഭിച്ചത് 31.01% മാത്രമാണ്. ഉപതെരഞ്ഞെടുപ്പിൽ ആര്യടൻ ഷൗക്കത്തിന് ലഭിച്ചത് 44.14%. LDF സ്ഥാനാർത്ഥി M സ്വരാജിന് 37.85% ലഭിച്ചു. സ്വരാജിന് ലഭിച്ചതിനേക്കാൾ 6.84% ഷറഫ് അലിക്ക് കുറഞ്ഞു. അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂരിൽ LDFന് കിട്ടിയ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണിത്. ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ 11,258 വോട്ടുകൾ ഇത്തവണ അധികം പോൾ ചെയ്തിരുന്നു. പരാജയം ഏറ്റുവാങ്ങുമ്പോഴും നിലമ്പൂരിൽ പരമ്പരാഗത വോട്ടുകൾ LDF നിലനിർത്തി പോന്നിരുന്നു. ഇക്കുറി പരമ്പരാഗത വോട്ടുകളിൽ ഇടിവ് സംഭവിക്കുകയും പുതിയതായി ചേർക്കപ്പെടുന്ന വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. മണ്ഡലത്തിൽ CPMന് 1,00,000 മുതൽ 60,000 വരെ ഉറച്ച വോട്ടുകൾ ഉണ്ടെന്നാണ് കണക്കുകൂട്ടൽ. ഘടകകക്ഷികളുടെ വോട്ടുകൾ ഇതിനു പുറമെയാണ്. എന്നാൽ മണ്ഡലത്തിലെ അനുപാതിക വോട്ട് വർധനവിന്റെ വിഹിതം ലഭിക്കുന്നില്ലെന്ന വലിയ ഭീഷണിയാണ് LDF മണ്ഡലത്തിൽ നേരിട്ട് വരുന്നത്. അതേസമയം UDFന് ഇക്കുറി 15.08% വോട്ടുകൾ വർദ്ധിച്ചു. ഗോത്രവർഗ ബൂത്തുകൾ ഒഴികെയുള്ള മറ്റ് ഓരോ ബൂത്തിലും 300 മുതൽ 600 വരെ വോട്ടുകൾ UDFന് ലഭിച്ചു. അടിച്ചേൽപ്പിച്ച സ്ഥാനാർത്ഥിയെ CPMലെ അണികളും ഘടകകക്ഷികളും സ്വീകരിച്ചില്ലെന്നാണ് വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തുടക്കത്തിൽ തന്നെ കേഡർ വോട്ടർമാരിൽ പോലും നീരസമുണ്ടാക്കി. ഇത് പ്രചരണത്തിൽ വലിയ തോതിൽ വിടവുണ്ടാക്കുകയും ശുഭപ്രതീക്ഷ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. LDFന്റെ പ്രചരണത്തിലെ മന്ദത ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന ട്രെൻഡ് ഉണ്ടാക്കുവാൻ UDFനെ സഹായിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില തിരിച്ചു കയറുന്നു. ഇന്ന് പവന് ഒറ്റയടിക്ക് 1,560 രൂപ വർദ്ധിച്ചതോടെ 1,10,000 കടന്നിരിക്കുകയാണ് സ്വർണ്ണവില. 1,10,960 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 195 രൂപയാണ് ഉയർന്നത്. 13,870 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണവിലയെ സ്വാധീനിച്ചത്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാർ കൊണ്ടുവരുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളാണ് എണ്ണവിലയിൽ പ്രതിഫലിച്ചത്. ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $107 താഴ്ന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1,00,000 കടന്നത്. കാലവർഷത്തിന് മുന്നോടിയായി പകർച്ചവ്യാധികൾ തടയുന്നതിനും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുമായി മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ മഴയെത്തും മുൻപേ ശുചീകരണ യജ്ഞം ആരംഭിച്ചു. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീന കാഞ്ഞിരാല നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുസ്ഥലങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, ജലാശയങ്ങൾ ശുദ്ധീകരിക്കുക, കൊതുക് നശീകരണം തുടങ്ങിയ ബൃഹത്തായ ശുചീകരണ യജ്ഞമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഷിജി KM, FHC ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ വെളില, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ, വിവിധ സ്ഥിരസമിതി അധ്യക്ഷന്മാർ, പഞ്ചായത്ത് മെമ്പർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. മഴക്കാലത്ത് ഉണ്ടായേക്കാവുന്ന പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുവാൻ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് അധികൃതർ അറിയിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലും വരും ദിവസങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.